മീനിന്റെ കൊണ്ടാ നല്ല പടക്കുന്ന കൈമീനും കിളമ്പുണ്ട് സാറേ. ഇതെല്ലാം ചെറുതാണല്ലോ. എന്താ പറയുക ഇതെല്ലാം കൂടെ? ഇത് മുറിക്കാമോ? എല്ലാത്തിനും കൂടി 7 രൂപ തരണം. 7 രൂപയോ? തനിക്കും കൂടെ ചേർത്തായിരിക്കും. 3 രൂപ തരട്ടോ. ഇതെല്ലാത്തിനും കൂടിയാ? പിന്നെ 3 രൂപക്ക് ചാളയോ ഉണക്കച്ചെമ്പിനും എല്ലാം മേടിച്ച് കറി വെച്ചാൽ മതി. മര്യാദയ്ക്ക് വർത്തനം പറയണം. പിന്നെ ഈ കാമ്പരും കരിയും കൂടി 3 രൂപ പറയുന്നത് എന്ത് മര്യാദയാണ് സാറേ? താനെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുക. 6 രൂപക്ക് വേണേ തന്നേക്കാം. ചുമ്മാ എന്നാലും വേണ്ട കൊണ്ടുപോ. നീ വാങ്ങിച്ചാ തന്നെ 6 രൂപയാ ചോദിക്കുന്നേ. 6 രൂപയോ? ഒരു 2 രൂപ. 2 രൂപ മോനോട് ഞാൻ സമാധാനം പറഞ്ഞിട്ടുണ്ട്. ആ മീനും കൊണ്ട് കൊണ്ടുവാ. 6 രൂപ ഞാൻ തരാം. നല്ല പെടക്കുന്ന കരിമീൻ കടന്നുണ്ട് സാറേ. കരിമീനാണോ? അതെ സാറേ. നീ എന്ത് പറഞ്ഞു? ഞാൻ 6 രൂപ പറഞ്ഞു. 6 രൂപ വരെ കൊണ്ടുപോവാ. അല്ല 100 രൂപ തരാന്ന് പറഞ്ഞാൽ ഈ മീൻ ഈ വെള്ളത്തിലെ കറി വെക്കുള്ളൂ. മുഴുത്ത മീൻ വാങ്ങുന്നു കറി വെക്കാൻ. നിസ്സാര മീൻ വാങ്ങിക്കുന്നതിന് പോലും ഇങ്ങനെ മത്സരമായാലോ? 6 രൂപയ്ക്കോ 7 രൂപയ്ക്കോ? ഞങ്ങൾ വെറും തിന്നത്തൊന്നുമില്ല. ഞങ്ങൾക്ക് വേണ്ട ഇതുണ്ട്. ചെല്ലായ പെണ്ണ് കാണാൻ ചെറുക്കം വന്നപ്പോ എത്ര രൂപയുടെ തിരുവയാണ് മേടിച്ചത്? അന്ന് തിരുത വാങ്ങിച്ചിരുന്നു. അവർ ഊണ് കഴിച്ചിട്ടില്ലേ വന്ന്? 21 രൂപയുടെ തിരുത വാങ്ങിച്ചിട്ടുണ്ട് എന്നുകൂടെ. അല്ലെങ്കിൽ ഒന്നുകൂടെ. എടാ അവന്റെ അപ്പൻ പെണ്ണു സ്നേഹിക്കാൻ വന്നപ്പോ എത്ര ഇടം ഇറച്ചിയുണ്ടായിരുന്നടാ സണ്ണി? എനിക്കൊന്ന് വയറുന്നതായിരുന്നു. നീ അല്ല അന്ന് ഇറച്ചി ഉണ്ടായിരുന്നു. ഒരു കാളയുടെ കുറവ് പോർക്കിന്റെ കാര്യം മറന്നോടാ. മറന്നാ? എന്താ പോർക്കില്ലായിരുന്നു. പോർക്കിലെ നമ്മൾ വന്നതല്ലേ. പിന്നെ കോഴി, കരിമീൻ, മാല വാങ്ങിച്ചിട്ടുണ്ട്, വാങ്ങിക്കുകയും ചെയ്യും. എടാ മീൻ വാങ്ങിച്ചു പോകരുത്. താറാവാണുള്ളത്. കൊണ്ടുപോകണ്ടെന്നും കൂടി. നീ പോ. നീയും പോ. എല്ലാം പോ. റപ്പായി മുതലാളിയെ ഒരു ചായ. ഇതെന്തുണ്ടാവേ കാര്യന് മേശ എന്റെ ഉപ്പാപ്പനീന് എന്താ വാത്തൊരു മോന്തയും മടിയില വെച്ചരാശാവേ എന്തുകൊണ്ടാ വേണ്ടേ? കടുപ്പത്തിനൊരു ചായ. പിന്നെന്തുകൊണ്ട് വേണ്ടേ? 3 നിനക്ക് വിട്ട്. മാട്ടുമ്മേ തോമാറ്റെന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരുമില്ല. അത്രയ്ക്ക് വലിയ കുടുംബക്കാരനാ. എല്ലാ കൊല്ലവും ഈ സമയത്ത് ഇക്കാലത്ത് ഇവിടെ കുളിച്ച് താമസിക്കാൻ വരും. എറണാകുളം കൊച്ചി പ്രദേശത്ത് മുല്ലയ്ക്ക് വർക്കി അത്രയും കാശുള്ളവരാരുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഏത് പട്ടിക്കും അറിയാം. ആലുവ പുഴയും മുങ്ങിക്കുളിയും ഉണ്ടായ കാലം തൊട്ട് എന്റെ മുതലാളി എല്ലാ കൊല്ലവും ഇവിടെ വരും. നന്റെയൊക്കെ മുതലാളിമാർക്ക് പറമ്പും പെരയും മുതലാളികളോട് എതിരിടാൻ ആരുണ്ട് റപ്പായി ചേട്ടാ ഈ നാട്ടില്? ചേട്ടന്റെ വർക്ക് മുതലാളി ഉണ്ടല്ലോ, അവനെ മാറ്റുമ്പോ പുല്ലാടാ പുല്ല്. തൊമ്മാച്ചിലെ എന്റെ മുതലാളിക്ക് ഇതാണ്. എന്തുണ്ടാ രോമ ചായലറ്റ് പുഴു. ഈ തൊമ്മനും വർക്കിക്ക് നിന്റെ ആരണ്ടാ? അപ്പന്ന് എടപ്പന്നെ എന്നെ എടപ്പന്നെ എന്നെ നീ എന്റെ മുതലാളിയുടെ മുഖത്ത് രോമം ഊതി പറുത്തോടാ അപ്പന്നെ. വേണ്ട വേണം. എന്റെ മുതലാളി പുല്ലെന്ന് വിളിക്കോടാ എരപ്പേ. വേണ്ട വിളിച്ച നീ എന്തോ എടുക്കണം പട്ടി. ചാക്കുണ്ടിയുടെ മകൻ റപ്പയുടെ ചായക്കടിയാ. ഇവിടെ പോളിറ്റിക്സിന്റെ ആവശ്യമില്ല. ഇവനെ മുതലാളിമാര് സ്ഥലകാലേക്ക് ഒന്ന് പോയാ ഒന്ന് എടുത്തോട്ടെ, ഒരു ഫോട്ടോ വേണ്ട. ഈ പോസ് അതിന് ചായ ഫോട്ടോ എടുക്കണ്ട. ചെല്ല, നമുക്ക് ഈ മണപ്പുറത്തൂടെ ക്യാമറയും തൂക്കിത്തോണ്ട് നടക്കാം. ഞാൻ വരുന്നില്ല. നീ എന്റേതല്ലേ. അങ്ങനെ നടന്ന് നമുക്ക് വടക്കേ മണപ്പുറത്ത് ആരും ഇല്ലാത്തടത്ത് പോയിരിക്കാം. സ്റ്റെല്ല,
നീ എന്റെ കരളല്ലേ? നിന്നെ ഞാൻ വല്ലാതെ സ്നേഹിച്ചു പോയി. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഞാനേ ഇന്നലെ നിന്നെ സ്വപ്നം കണ്ടു. മാത്രമാണ് നിന്നെ കണ്ട അന്ന് മുതൽ ഞാൻ നിന്നെ കാറ്റിൽ കിടത്തിയിട്ട് ഫോട്ടോ എടുക്കും. ബൈ ബൈ. എന്തോ വരുന്നത് ചാക്കവുമായിട്ട്? ഇവിടെ വന്നിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞു. മനസമ്മതം കൂടെ ആയിട്ടില്ല. അതിനു മുൻപ് ശൃംഗാരമൊക്കെ തുടങ്ങിയാലുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് മതിയല്ല. മോളെവിടെയടി? റോസമ്മ എടുത്തോണ്ട് പോയി. ഈ പോകുന്ന ആളാണ് സ്റ്റെല്ലയെ കെട്ടാൻ പോകുന്നത്. കഷ്ടം. ഈ എരപ്പാളിന്റെ കൂടെ ആ പെണ്ണിനെ അയക്കാൻ തോന്നുന്നല്ലോ. കുട്ടിക്കാരനവസരത്തില്ലേ, വലിയ പണക്കാരൻ, ഒറ്റ മകനാണ്. എന്തിനാ ഇങ്ങനത്തെ കാശ്? നമ്മൾ എന്തിനാ അതൊക്കെ പറയുന്നത്? അതൊക്കെ അവരുടെ ഇഷ്ടം. സ്റ്റെല്ലയ്ക്ക് എന്താ ഒരു കുറവ്? നല്ല സൗന്ദര്യം, നല്ല കാശ്. ബേബി മോളെ, അമ്മ വിളിക്കുന്നു. വാ. ഈ പെണ്ണ് ഒരിക്കലും നമ്മുടെ വെള്ളത്തിലിരിക്കില്ല. ചേച്ചി എന്നെ എപ്പോഴും വഴക്ക് പറയുന്നു. വാ മോളെ. മോളെ ഇപ്പൊ പോ. ഇനി നാളെ വരാം. ഇതിന്റെ അപ്പൻ മരിച്ചിട്ട് എത്ര നാളായി? 1 വർഷം കഴിഞ്ഞു. ഈ പണ്ടാരത്തിന്റെ തലയിൽ എടുത്തു വീഴണേ എന്റെ പുണ്യാളന്മാരെ. എന്നെ ഇങ്ങനെ കിടന്ന് പ്രാകാരടി പൊന്നേരി. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ കെട്ടിയവനായി പോയില്ലേ? നാട്ടുകാര് കേട്ടാ എന്ത് വിചാരിക്കും? ഈ അപ്പനും അമ്മച്ചും കൂടി ഇവിടെ വന്നിട്ടും ബഹളമായോ? സംസ്കാരമില്ലാത്ത ജന്തുക്കൾ. എടാ മോനെ, നീ തന്നെ പറ. 4 രൂപയുടെ മീൻ വാങ്ങിച്ചേന് നിന്റെ ഈ പിശുക്കൻ തന്ത എന്നെ ഇനിയും പറയാനൊന്നുമില്ല. കേട്ടോടാ മോനെ, നിന്റെ തള്ള എന്നെ പിശുക്കാന്ന് വിളിച്ചത്. പച്ചാളം പ്രദേശത്തെ ഏറ്റവും വലിയ പണക്കാരനാടാ ചിട്ടിക്കാരൻ ഔസേപ്പ്. നിനക്ക് ഞാൻ പിശുക്കനായി അല്ലേ? എന്നാ നിങ്ങൾ പണക്കാരനായത്? എന്നെങ്കിലും ആട്ടെ പണക്കാരനായോ? ആയതിന്റെ കാര്യമൊക്കെ നാട്ടുകാർ വിളിച്ചു പറയുന്നു. കുഞ്ഞേല്, നീ എന്നെ കൊലക്ക് കൊടുക്കല്ലേ? കള്ളപ്പന്ന് കിട്ടിയെന്ന് അസൂയക്കാര് പറഞ്ഞുണ്ടാക്കണ പോലെ നീയും പറഞ്ഞുണ്ടാക്കല്ലേ? രണ്ടുപേരും നാക്കെടുത്ത് അലവലായിത്തരെ പറയൂ. നിർത്തി നിർത്തി. കുഞ്ഞേല്, പുഴുത്ത രൂപ ഉണ്ടായ പോരാ, ആണുങ്ങളെ പോലെ ചെലവാക്കാൻ പഠിക്കണം. കേട്ടോടാ മോനെ, കേട്ടോടാ മോനെ. നിന്റെ കെട്ട് കഴിയുന്നവരെങ്കിലും എവളോടൊന്ന് നാവടക്കിയിരിക്കാൻ പറ. ദൈവം മനുഷ്യന് അഭിവൃദ്ധിയും ഐശ്വര്യവും തരുന്നത് പരസ്പരം കലഹിക്കുവാനല്ല. ആരും ആരേക്കാൾ വലുതല്ല എന്ന് മനസ്സിലാക്കാം. ഞാൻ എന്ത് വേണം അച്ചോ? ബാക്കി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഉടക്കിട നടക്കുകയാണ്. മാട്ടുമേൽക്കാർക്കും ചില പാരമ്പര്യമൊക്കെ ഉണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ. ഞാൻ പറയുന്നത്, നിങ്ങൾ തമ്മിലുള്ള ആ വസ്തുതർക്ക കേസ് ആദ്യമേ രാജിയാകണം. പിന്നെ എല്ലാം ശരിയാവും. ഞാൻ എന്തിനു ഒരുക്കമാണ് അച്ചോ? പക്ഷേ ഒരു പക്ഷയുമില്ല. പഴുതില്ലാത്ത കതിരാണ് തല കുനിച്ചു നിൽക്കുന്നത്. നിവർന്ന് നേരെ നിൽക്കുന്ന കതിരിൽ മങ്കു മാത്രമേ കാണൂ. വർക്കിയല്ലേ വരുന്നത്? അതെ. വർക്കി, ആ അച്ഛനാണോ? ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി. അച്ഛനെ അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. വർക്കി വന്നത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വരുമായിരുന്നു. ആകട്ടെ, ഒരു ദിവസം ഞാൻ വള്ളത്തിലേക്ക് വരാം. എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. നിൽക്ക്, ഉടനെ പോവാം. നിങ്ങൾക്ക് തമ്മിൽ അങ്ങ് യോജിച്ചുകൂടി? എന്റെ ജീവൻ പോകുന്നത് വരെ മാട്ടുമേക്കാരുമായിട്ട് യോജിപ്പില്ലച്ചോ. ഞങ്ങൾ മാർഗവാസികളാണെന്ന് ഇയാൾ പറഞ്ഞില്ലേ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്റെ അപ്പന്റെ കാതിനെ തുളയണ്ടായിരുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചോ? ആരും തന്നെ ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്നില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടാണ് ക്രിസ്ത്യാനി ആവേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്നുവെങ്കിൽ പിന്നെ മാമോദിസയുടെ അർത്ഥം എന്താണ്? അച്ഛൻ തത്വജ്ഞാനം ഒന്നും പറയണ്ട. മാട്ടുന്നക്കാരെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ അടങ്ങില്ല. അതിനുള്ള കൈക്കരുത്ത് എനിക്കുണ്ടച്ചോ. കൈക്ക് കരുത്ത് തനിക്ക് തന്നെ ആയിരിക്കും. കേട്ടാ, അതെ കേട്ടാ, കൊലയായി പറയരുത്. കൈക്ക് കരുത്ത് എനിക്ക് തന്നെയാണെന്ന് പറഞ്ഞതിന്റെ പോഴച്ചിന് മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായി. ഞാൻ മഴങ്കേറ്റക്കാരൻ മാർക്കും കൂടിയവനാണ് എന്നാണ് അതിന്റെ കുത്ത്. അർത്ഥം ഞങ്ങൾ പറഞ്ഞു തരാം പിന്നീട്.